ഹലോ ഗൈസ്, വെൽക്കം ടു അബി വ്ളോഗ്സ്. അപ്പോൾ നമ്മളിന്ന് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ലോകയുടെ റിവ്യൂ. അത് എടുത്തിട്ടിങ്ങനെ ഇരുന്ന സമയത്താണ് ഞാൻ ഞാൻ കൂലി കാണാൻ പോയി. ഞാൻ കൂലി കാണാൻ പോയിരുന്നു. കൂലി കാണാൻ കുറേ നാളായി, ആക്ച്വലി അറിയാമല്ലോ. കൂലി ഇപ്പം 1 മാസം അടുപ്പിച്ചായി. ഞാൻ ഇറങ്ങിയ ടൈമിൽ തന്നെയാണ് കണ്ടത്. അപ്പോൾ ഞാൻ എന്തായാലും കൂലി റിവ്യൂ ചെയ്തില്ല, അതിൻ്റെ സ്പോയിലർ എങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഇതിൻ്റെ അത് റിവ്യൂ പ്ലസ് സ്പോയിലറാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഞാൻ ചെറിയ കാര്യം പറഞ്ഞത്. ഞാൻ സിനിമ ഇറങ്ങി 3-ാമത്തെ ദിവസമാണ് ഈ സിനിമ കാണാൻ പോണത്. ഈ സിനിമ എൻ്റെ അനിയൻ ഫസ്റ്റ് ഡേ ആണ് കണ്ടത്. എൻ്റെ ഒരു ഫ്രണ്ട് ഫസ്റ്റ് ഡേ ആണ് കണ്ടത്. പിന്നെ വേറെ ആരൊക്കെയോ ഫസ്റ്റ് ഡേ കണ്ടിട്ട് ആക്ച്വലി ഇവരൊക്കെ മിക്കവാറും വേണ്ട അത് വിട്ടേറെ. ഓക്കെ, ഇവർ ഇങ്ങനെ കുറച്ചൊരു ഫസ്റ്റ് ഡേ ആണ്. ഈ ഫസ്റ്റ് ഡേ കണ്ടവർക്ക് ആർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓക്കെ, ഈ സിനിമ അതായത് ഈ കൂലി എന്ന് പറഞ്ഞ മൂവി ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ഞാൻ കാണാൻ പോയത് 3-ാമത്തെ ദിവസമാണ്. 3-ാമത്തെ ദിവസം ഞാൻ കാണാൻ പോയപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെയാണ് പോയത്. എനിക്ക് സിനിമ ഒറ്റയ്ക്ക് പോയി കാണാൻ ഇഷ്ടമല്ല. എപ്പോഴും ക്രൗഡഡ് ആയിരിക്കണം, അതായത് തിയേറ്റർ ഒഴിഞ്ഞു കിടക്കാൻ പാടില്ല, ഫുൾ സൗണ്ട് നല്ല ഹൈപ്പായിരിക്കണം എന്നുള്ളൊരു. അങ്ങനെ ഞാൻ പോയി. ആക്ച്വലി ഞാൻ ഇത് LCK അത് കാണുമില്ല എന്നുള്ള സ്കീമിൽ തന്നെയാണ് പോയത്. പിന്നെ വലിയ ഹൈപ്പൊന്നും വെച്ചിട്ടില്ലായിരുന്നു ഞാൻ. ഒരു നോർമൽ കൊമേഴ്ഷ്യൽ മൂവി എന്നുള്ള സ്കീമിലായിരുന്നു ഞാൻ അത് കാണാൻ പോയത്. ഓക്കെ, ഞാൻ ഫസ്റ്റ് കൂലി കാണാൻ പോയിട്ട് എനിക്ക് ഫസ്റ്റ് കണ്ടിറങ്ങിയപ്പം എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ സീരിയസ് ആയിട്ട് പറയണം, ഞാൻ ഫസ്റ്റ് സിനിമ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് സീരിയസ് ആയിട്ട് സിനിമ ഇഷ്ടപ്പെട്ടു. ബട്ട് ഞാൻ ചെയ്തൊരു തെറ്റ്, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ആ സിനിമ വീണ്ടും പോയി തിയേറ്ററിൽ തന്നെ കണ്ട്. അവിടെ എനിക്കൊരു പാളമായിട്ട് പോയി. കാരണം ഫസ്റ്റ് ടൈം കണ്ട മൂവി എനിക്ക് സെക്കൻഡ് ടൈം തിയേറ്ററിൽ കണ്ടപ്പോൾ അതിൻ്റെ അകത്തുള്ള ലൂപ്പ് ഹോൾസ്, മിസ്റ്റേക്സ് എല്ലാ സാധനം തലയ്ക്കകത്ത് അറിയും. ഇവൻ സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ പക്ഷേ എൻജോയ് ചെയ്യാൻ പറ്റിയെന്നല്ല എന്നുള്ളൊരു കാര്യം വിട്ടേക്ക്. കാരണം ഞാൻ സെക്കൻഡ് ടൈമാണ് പോയി സിനിമ കാണുന്നത്. അപ്പം എൻജോയ്മെൻ്റ് ഓക്കെ. ബട്ട് എനിക്ക് സെക്കൻഡ് ടൈം കാണാൻ പോയപ്പം എൻ്റെ മിസ്റ്റേക്സും എൻ്റെ ലൂപ്പ് ഹോൾസും, അതിൻ്റെ അകത്ത് കുറേ ലൂപ്പ് ഹോൾസ് ഉണ്ട്, കുറേ മിസ്റ്റേക്സ് ഉണ്ട്. അയ്യോ, എനിക്ക് ആ മൂവിയുടെ റിവ്യൂ ചെയ്യാൻ തോന്നിയില്ല സെക്കൻഡ് ഡേ. ആക്ച്വലി ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് ഡേ കാണാൻ പോയത്. ഞാൻ പെട്ടുപോയി. ഓക്കെ, കാരണം അതിൻ്റെ അകത്ത് ഞാൻ ഫസ്റ്റ് റിവ്യൂ ചെയ്യാൻ വെച്ചെന്ന കാര്യം പറയാം. ഫസ്റ്റ് റിവ്യൂ ചെയ്യാൻ വെച്ചെന്ന കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഇതിൻ്റെ അകത്ത് ആകെ ആക്ടിങ് ഇഷ്ടപ്പെടാത്തത് രജനീകാന്തിൻ്റെയും ശ്രുതി ഹാസൻ്റെയും. ഇവരെ രണ്ടുപേരെയും ആക്ടിങ് എനിക്ക് അതിൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ബാക്കിയുള്ള എല്ലാവരും ഓക്കെ, സൗബിനായാലും നാഗാർജുനായാലും ഉപേന്ദ്ര ആയാലും എനിക്ക് ഓക്കെ ആയിരുന്നു. പിന്നെ വേറെ ക്യാരക്ടറിങ് വിട്ടു ഇല്ല, ബട്ട് അവരെല്ലാം ഓക്കെ ആയിരുന്നു എനിക്ക്. എന്നിട്ട് ഓക്കെ എന്നിട്ട് അതിൻ്റെ അകത്ത് ഇവർ ശ്രുതി ഹാസൻ രജനീകാന്തിൻ്റെ അടുത്ത് സംസാരിക്കുന്ന ആ ഒരു കാര്യങ്ങളൊന്നും എനിക്ക് എന്തോ ഫസ്റ്റ് ടൈം തന്നെ കണ്ടപ്പം ഒരു ഇത് ഫീൽ ചെയ്തത്. ഇവർ എന്താ സംസാരിക്കുന്നത് ആർക്കും മനസ്സിലാവണല്ലോ ഒന്നാമത്തെ കാര്യം. ആൻഡ് ഇവർ രണ്ടുപേരും ഇവർക്ക് രണ്ടുപേർക്ക് അങ്ങോട്ട് അറിഞ്ഞുകൂടാ ഒന്നാമത്തെ കാര്യം. ശ്രുതിഹാസൻ ആരാന്ന് ശ്രുതിഹാസൻ ആരാന്ന് രജനീകാന്തിനും അറിയത്തില്ല, രജനീകാന്ത് ആരാന്ന് ശ്രുതിഹാസനും അറിയത്തില്ല ഈ മൂവിക്കകത്ത്. ബട്ട് ഇവര് തമ്മിൽ പ്രശ്നമാണ്. എന്തിനു പ്രശ്നം, എന്താണ് പ്രശ്നമൊന്നും ഒരു ഡീറ്റെയിലിങ്ങും ഇല്ല. ചുമ്മാ അവർ തമ്മിൽ പ്രശ്നം. അതായത് നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരുത്ത വന്ന ഫ്രണ്ട് ചോദിക്കുമ്പോൾ മനസ്സിലായി, പെട്ടെന്ന് നീ ആരെന്ന് ചോദിക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ള അതിന് നിനക്കെന്തോ ഈ ഒരു വഴക്ക്. പെട്ടെന്ന് ഒരുത്ത ഫ്രണ്ട് വന്നിട്ട് ഒരു പരിചയമില്ല, നമ്മൾ അടിച്ചിട്ട് പോകുന്നത് കാര്യമില്ലേ. അതൊക്കെ എനിക്ക് ഫീൽ ചെയ്തു ഫസ്റ്റ് ടൈം സിനിമ കണ്ടപ്പോൾ തന്നെ.
അതിൻ്റെ അകത്ത് എനിക്ക് അവർ രണ്ടൊരു ആക്ടിങ് സെഷൻ, സൗബിൻ്റെ ആക്ടിങ്, നാഗാർജുനയുടെ ആക്ടിങ്. എൻ്റെ പൊന്നോ, നാഗാർജുന പുള്ളിക്കാരൻ 10-60 വയസ്സുണ്ട് പുള്ളിക്കാരന്. പുള്ളിക്കാരൻ്റെ ആ സ്വാഗ്, ആ സോണിയ പാട്ടും എല്ലാം കൂടെ ആകുമ്പോൾ ഓക്കെ, ആ സ്വാഗ് എനിക്ക് അതിൻ്റെ അത് ഇഷ്ടമുള്ളൂ. ഞാൻ ഇപ്പോൾ പറയുന്ന ഫസ്റ്റ് ഞാൻ കണ്ടപ്പം ഞാൻ റിവ്യൂ ചെയ്യാൻ ആക്ച്വലി ഞാൻ റിവ്യൂ ചെയ്തായിരുന്നു, ബട്ട് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യണതിന് മുമ്പ് ആ വീഡിയോ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എൻ്റെ റീസെൻ്റ് ഇതും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതാണ് ഈ സാധനമില്ല, ഞാൻ വീണ്ടും റിവ്യൂ എടുക്കാൻ മടിച്ച് ചെയ്തില്ല. അത് നാഗാർജുന സ്വാഗ് അതുപോലെ. പിന്നെ ഉപേന്ദ്ര പുള്ളിക്കാരൻ്റെ ഏതൊക്കെ മൂവീസ് ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് മറ്റേ യുവണ്ണോ അങ്ങനെ എന്തോ ഒരു മൂവി ഉണ്ട്, പിന്നെ കപ്സ, അങ്ങനത്തെ കുറച്ച് മൂവീസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നല്ല അഭിനയം. ബട്ട് ഇതിൻ്റെ അകത്ത് എൻ്റെ പൊന്നു, രജനീകാന്തിനേക്കാൾ സ്കോർ ചെയ്തത് ഈ ഉപേന്ദ്രയാണ്. ഉപേന്ദ്ര ക്ലൈമാക്സിൽ കുറച്ച് ഭാഗത്തേ ഉള്ളൂ, ബട്ട് രജനീകാന്തിനെ കാട്ടി സ്കോർ ചെയ്ത പുള്ളിക്കാരനാണ്. എനിക്ക് പുള്ളിക്കാരൻ്റെ വേറെ ലെവൽ ആക്ടിങ് എന്നുവെച്ചാൽ ഓക്കെ. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞത് രജനീകാന്തിൻ്റെ ആക്ടിങ് എനിക്ക് ഇതിൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. ബട്ട് അതിൻ്റെ പുള്ളിക്കാരൻ ഉണ്ടായിരുന്ന ഫൈറ്റ്സ് ഒക്കെ പൊളിയാണ്. പിന്നെ ഉപേന്ദ്ര നൈസ്. അപ്പം ഉപേന്ദ്രയുടെയൊക്കെ പഴയ മൂവീസൊക്കെ കൊള്ളാന്നൊക്കെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. ഉപേന്ദ്ര നൈസ്. പിന്നെ എൻ്റെ അകത്ത് പിന്നെ ആര്, അമീർ ഖാൻ ഹീസ് ഓൾവേസ് നൈസ്. അതിൻ്റെ അകത്ത് ബീജിയം, അനിരുദ്ധ്, എൻ്റെ അകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട 2 ബീജിയമാണ്. അമീർ ഖാൻ വരുമ്പോഴുള്ള ബീജിയമും ഉപേന്ദ്രയ്ക്ക് കൊടുത്ത ഇൻട്രസ്റ്റോ, അത് രണ്ടും അല്ലാതെ വേറെ അതിൻ്റെ അകത്ത് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ബീജിയംസ് ഇഷ്ടപ്പെട്ടില്ല, ആ പാട്ടും ഇഷ്ടപ്പെട്ടില്ല. മറ്റേ അത് പിന്നെ പറയാം, പാട്ടും ഇഷ്ടപ്പെട്ടില്ല, ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പുറത്തെ ഇതിലോട്ട് വന്നാൽ ഞാൻ സെക്കൻഡ് ടൈം കണ്ടിട്ട് എനിക്ക് കിട്ടിയ ലൂപ്പോൾസ് മിസ്റ്റേക്സ് എല്ലാം. ഇതിൻ്റെ അകത്ത് ഇവര് വലിയ സിൻഡിക്കേറ്റാണ്. ഈ സിൻഡിക്കേറ്റിന് ഇവര് ഒരാളെ കൊന്നിട്ട് അതിനെ ഡിസ്പോസ് ചെയ്തവർക്ക് അറിയത്തില്ല. ഓക്കെ, ഇത് ഞാൻ സെക്കൻഡ് ടൈം കണ്ടപ്പോഴാണ് എനിക്കും കത്തിയത്. ഓക്കെ, ഇത്രയും വലിയ കടലുണ്ട്, പിന്നെ കുറെ കോറയുണ്ട്, ഇല്ലെങ്കിൽ അവർക്ക് തന്നെ കുറെ കപ്പലുണ്ട് ഇവർക്ക്. ബട്ട് ഒരു ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്തവർക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നുന്നു. പിന്നെ രജനീകാന്ത് പുള്ളിക്കാരൻ ഓക്കെ, ആ സിനിമയ്ക്കകത്ത് ഒരു DAGing പരിപാടി പിടിച്ചിട്ടുണ്ട്. ദാറ്റ് വാസ് നൈസ്. അത് കൊള്ളാം, ഒരു ഫ്ലാഷ് ബാക്ക് സീൻസ് അങ്ങനെയൊക്കെ. അതിൻ്റെ അത് പുള്ളിക്കാരൻ ഒരു കൂലിയെ തൊട്ടാൽ പുള്ളിക്ക് നോവും, അങ്ങനെയാണ് പറയുന്നത്. ബട്ട് ഇവർ കൊല്ലുന്നത് മൊത്തം കൂലിനെ. ഇതിനെ തെളിവില്ലാതെ എരിച്ച് കളയാൻ ഏൽപ്പിക്കുന്ന രജനീകാന്തിന്, അതിന് പുള്ളിക്കാരനൊരു പ്രശ്നമില്ല. അതായത് നാഗാർജുനയുടെ ആൾക്കാര് കൂലികളെ കൊന്ന് പുള്ളിയുടെ കയ്യിലോട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. നീ ഇതിനെ കത്തിച്ചെരിച്ച് ചാമ്പലാക്കി ഒരു തെളിവില്ലാത്ത രീതിയിൽ ആക്കണമെന്ന്. ഓക്കെ, അത് സത്യരാജ് കണ്ടുപിടിച്ച ഒരു മെഷീനാണ് രജനീകാന്ത് ഓപ്പറേറ്റ് ചെയ്യണത്. പുള്ളിക്കാരെ ചെയ്തോണ്ടിരിക്കുക. അതായത് ഞാൻ ഉറക്കം പറഞ്ഞ എൻ്റെ അഭിപ്രായം. ഓക്കെ, പുള്ളിക്കാരൻ ചെയ്തോണ്ടിരിക്കുക കുറേ കൂലികളെ. അതായത് എന്നിട്ട് പുള്ളിക്കാരെ ഇടയ്ക്ക് ഒരു കൂലിയുടെ ഷർട്ട് ഇങ്ങനെ വലിച്ചു കയറുമ്പം അതിൻ്റെ അകത്ത് ഇങ്ങനെ കത്തി കൊണ്ട് കീറിയ പാടുണ്ട്. ഹാർട്ട് അതിൻ്റെ അകത്ത് ഇവർക്ക് വേറെ ഓരോ ഓർഗൻസും വേണ്ട. കണ്ണ് വേണ്ട, കിഡ്നി വേണ്ട, ലങ്സ് വേണ്ട, ഒന്നും വേണ്ട, ഹാർട്ട് മാത്രം. ഹാർട്ടിന് അത്രയ്ക്കും വിലയാളാ. അല്ല മാത്രമല്ല, ഈ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ വിത്തിൻ 2 hours 3 hours ചെയ്യേണ്ട പരിപാടികളാണ്. ഇവരിത് കപ്പലിൽ കയറ്റി വെച്ച് ഏത് നൂറ്റാണ്ടി അവിടെ എത്താനാ? ഓക്കെ, ഇനി ഇൻ കേസ് എന്തെങ്കിലും ഇതുണ്ടോ ഇല്ലേന്ന് അറിയത്തില്ല, ഹാർട്ട് എന്തെങ്കിലും ഒരു മിഷൻ്റെ അകത്തെല്ലാം വെച്ച് അതിനെ ആക്റ്റീവ് ചെയ്യിപ്പിച്ച് അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോയില്ലേ, ആ പരിപാടിയൊന്നും എനിക്കറിയത്തില്ല. ബട്ട് എന്നാലും
ഈ ഹാർട്ട് എന്നാൽ പിന്നെ ഇവർക്ക് ഈ കിഡ്നി എടുത്തൂടെ, ലെങ്സ് എടുത്തൂടെ, അതുപോലെ കണ്ണെടുത്തൂടെ, ലിവർ എടുത്തൂടെ, ബോഡി പാർട്സ് എല്ലാം ആവശ്യമുള്ളതല്ലേ. എന്നെ സോറി, ഞാൻ അണ്ടർവേൾഡ് പോലെ സംസാരിക്കണ പോലെ തോന്നല് എനിക്കെന്നെ തോന്നി. ഓക്കെ, ഇങ്ങനെ ഒരു പരിപാടി ഇതിനകത്ത്. അപ്പം ഞാൻ സെക്കൻഡ് ഡേ കാണുമ്പോഴേക്ക് എൻ്റെ മൊത്തം മിസ്റ്റേക്സ് മനസ്സിലാവുന്നത്. ഇതിൻ്റെ അകത്ത് സൗബിൻ ഒരു 100 ഏക്കർ പരിപാടിയൊക്കെ പിടിച്ച് തിരിച്ചു പറഞ്ഞിട്ട് മണ്ണിൻ്റെ അകത്ത് കുഴിച്ചിട്ടിട്ട് കൈയൊക്കെ ഇടിച്ച് കയറ്റി പറഞ്ഞ പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് അവിടെ തീർന്നു. ഞാൻ അറിയാം. അയ്യോ, ഓക്കെ, അതായത് ഈ നാഗാർജുന ഒരു ക്യാരക്ടർ, സൈമൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ, പുള്ളിക്കാരൻ എന്തായാലും എല്ലാവരും ഹാർട്ട് എടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഈ സൗബിൻ്റെ ഹാർട്ട് എടുക്കാത്ത എന്താ? അത് ഞാൻ രണ്ടാമത് ഓക്കെ, എന്തായാലും ഹാർട്ട് എടുക്കണമെന്നുണ്ട്. എല്ലാവരും ബ്ലഡ് എടുത്ത് പുള്ളിക്കാരൻ്റെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സൗബിൻ്റെ ഹാർട്ട് എടുക്കാത്ത എന്താ? ഇതിൻ്റെ അകത്ത് ഓക്കെ, സൗബിൻ്റെ ഹാർട്ട് എടുത്തിരുന്നെങ്കിൽ സൗബിൻ ചത്തുപോയിരുന്നു ആൻഡ് അവിടെ മൂവി എൻഡ്. ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. അതായത് നോക്കുകയാണെങ്കിൽ ഇപ്പം 30 സെക്കൻഡ് കൊണ്ട് ഈ സിനിമ തീർക്കാൻ പറ്റും. അതായത് ഓക്കെ, ഫസ്റ്റ് ഞാൻ അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. മറ്റേ നമ്മൾ ഇതിൻ്റെ അകത്ത് ആ പാട്ടുണ്ടല്ലോ, നമ്മൾ ചിക്കിത്തായ അങ്ങനത്തെ സോങ്. ആക്ച്വലി ഇത് ഞാൻ ഫസ്റ്റ് പാട്ട് യൂട്യൂബിലൊക്കെ റിലീസ് ചെയ്തപ്പോൾ ഞാൻ കിട്ടില്ല പാട്ട് തിയേറ്റർ ഇളക്കി മറിച്ചു എന്നുള്ള സ്കീമിലായിരുന്നു ഇതിനെ വിചാരിച്ചു. ബട്ട് ആ പാട്ട് അതിൻ്റെ അകത്ത് ഏറ്റില്ല. കാരണം ഇതിൻ്റെ അകത്ത് പാട്ട് പൊസിഷൻ ചെയ്തിരിക്കുന്ന രീതി ഒരു ആവശ്യമില്ലാത്തൊരു ഐറ്റം സോങ്, ആ മോണിക്ക സോങ്, അത് ഒരു ആവശ്യമില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുക. അത് മാത്രമല്ല, ഒരാൾക്ക് 2-3 എൻട്രി ഒക്കെ ഇല്ലെങ്കിൽ എന്തിനാ അതിൻ്റെ അകത്ത് അങ്ങനെ 2-3 എൻട്രി ഒക്കെ? നാഗാർജുന ഫസ്റ്റ് പറഞ്ഞത് വെറുതെ കയറി വരും, എന്നിട്ട് രണ്ടാമത് പുള്ളിക്കാരനെ വേറൊരു എൻട്രി കൊടുക്കുക. ബട്ട് ആ സ്വാഗൊക്കെ സൂപ്പറായിരുന്നു, അതൊക്കെ ഞാൻ സ്വാഗൊക്കെ സൂപ്പർ. ബട്ട് ഈ 2-3 എൻട്രി ഒക്കെ കൊടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് ബോർഡ്. ആൻഡ് ഇത് ലോകേഷ് സിനിമയാണെന്ന് തോന്നത്തില്ല ഒന്നാമത്തെ വരുന്നത്. ഒരു കുറെ പാസവും അങ്ങനെ അറ്റം കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്തൊരു സിനിമ. അതായത് നമ്മൾ ഈ വിക്രത്തിൻ്റെ അതും കഴിക്കകത്തും പാസം ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയാനില്ല. ബട്ട് അതിൻ്റെ അകത്ത് ആവശ്യത്തിനേ ഉള്ളൂ, അതുകൊണ്ടത് നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ 2 സിനിമയും തിയേറ്ററിൽ പോയി കണ്ട ആളാണ്. വിക്രവും കൈതി. അതിന് മുമ്പുള്ള മാനേരം ഞാൻ കണ്ടിട്ടില്ല, ബട്ട് വിക്രവും കൈതിയും ഞാൻ തിയേറ്ററിൽ പോയി കണ്ട ആളാണ്. 2 ഞാൻ ക്ലാപ്പ് ചെയ്തിട്ടുണ്ട്, നല്ലൊരു. ബട്ട് ഇത് ആ പുള്ളിക്കാരനാണ് എടുത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം വിശ്വസിക്കത്തില്ല, അമ്മാതിരി സിനിമയായിപ്പോയി ഇത്. പിന്നെ ഉള്ളത് എന്താ പറയാൻ വന്നിട്ട് അത് വിട്ടുപോയി. പിന്നെ നാഗാർജുന പുള്ളിക്കാരൻ്റെ ആ സിനിമയ്ക്കകത്ത് പുള്ളിക്കാരൻ്റെ അച്ഛനെ കൊന്ന ആളെ ഓർമ്മയില്ല. അതേസമയം മറ്റേ അമീർ ഖാൻ വന്നിട്ട് പുള്ളിക്കാരൻ്റെ കൊച്ചച്ഛനാ മറ്റേ നാഗാർജുനയുടെ അച്ഛൻ എന്തോ അതിലോട്ട് അഭിനയിക്കണം. പുള്ളിക്കാരൻ വന്ന് 2 മിനിറ്റിനകത്ത് ആളെ കണ്ടുപിടിച്ച് ആൻഡ് ഞാൻ പറഞ്ഞു ഈ 30 സെക്കൻഡിനകത്ത് സിനിമ തീർക്കുന്നത്. ഫസ്റ്റ് ഈ സിനിമ തുടങ്ങി ഒരു പാട്ട് കഴിഞ്ഞ് ഈ ശ്രുതിഹാസനെ പോയി കാണുന്ന സീനുണ്ട്. കണ്ടിട്ട് നിന്റെ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വഴി എല്ലാവരും കൊന്നത്. അപ്പോഴേ ശ്രുതിഹാസൻ പറയണുണ്ട് എന്തൊരു അത് ചത്തത് എൻ്റെ അച്ഛനാണ്, നിങ്ങളെ കൂട്ടുകാരനല്ലേ, എനിക്ക് എൻ്റെ അച്ഛനാണെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രുതിഹാസൻ പുള്ളിക്കാരൻ പറഞ്ഞ കേട്ടില്ലായിരുന്നു എനിക്ക്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ പറയാൻ കേട്ടില്ലായിരുന്നെങ്കിൽ അവിടെ മൂവി തീർന്നു. ഇല്ലെങ്കിൽ കുറച്ചിങ്ങോട്ട് വന്നിട്ട് സൗബിൻ ഈ നാഗാർജുന സൗബിൻ്റെ ഹാർട്ട് എടുത്തിരുന്നെങ്കിൽ അവിടെ മൂവി എൻഡ്. കുറച്ച് ഈ മറ്റേ നാഗാർജുനക്ക് ഇങ്ങനെ മനസ്സിലായിരുന്നെങ്കിൽ രജനീകാന്തിനെ മനസ്സിലായിരുന്നെങ്കിൽ അവിടെ മൂവി എൻഡ്. അതിന് മേളിലോട്ട് ആ മൂവി ഇല്ല. അല്ലെങ്കിൽ അത്
അങ്ങനത്തെ കുറെ മൂവി എൻഡ് സീനുണ്ട്. അതായത് ഇപ്പൊ കൊണ്ട് മൂവി നിർത്താൻ വേണമെങ്കിൽ എന്നുവെച്ചാൽ അതിന് മേളിലോട്ട് വേറെ കഥയില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഒരു സീൻ അതിൻ്റെ അകത്ത്, അങ്ങനത്തെ കുറേ സീൻസ് ഉണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ പിന്നെ ഈ ശ്രുതിഹാസനെ കെട്ടി കൈയും കാലും കെട്ടിക്കൊണ്ടൊരു ബിൽഡിങ്ങിന്റെ മേളിൽ നിൽക്കുന്ന സീനുണ്ട്. ഓക്കെ, അവിടെ വെച്ച് സൗബിൻ ശ്രുതിഹാസനെ വിട്ടിരുന്നെങ്കിൽ ശ്രുതിഹാസൻ താഴെ വീണു മൂവി എൻഡ്. അല്ലെങ്കിൽ രജനീകാന്ത് വിളിച്ചിട്ട് ശ്രുതിഹാസന്റെ കയ്യിലുള്ള കെട്ടഴിപ്പിച്ച് അത് സൗബിന്റെ എത്തണുണ്ട്. എന്റെ ശ്രുതിഹാസനെ കൊണ്ട് തന്നെ സൗബിനെ ചവിട്ടി താഴെ ഇടിച്ചിരുന്നെങ്കിൽ സൗബിൻ ചത്തേനെ, മൂവി എൻഡ്. എന്താ കുറെ മൂവി എൻഡ് സീൻ. അയ്യോ, ഇത് പറഞ്ഞ് തുടങ്ങിയ ഇന്നൊന്നും തീരില്ല. ഞാൻ 2-3 വീഡിയോ ഒക്കെ ചെയ്യേണ്ടി വരും. കാരണം ഞാൻ കഥ മൊത്തം എന്ന് പറയേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ കുറെ സീൻസ് ഉണ്ട് അതിനകത്ത്. അതിൻ്റെ ആ മോണിക്ക സോങ് അത് എന്തിന് മാത്രല്ല, ഞാൻ പാട്ടിയുടെ വിചാരിച്ച് പൂജ ഹെഡ്സിനൊക്കെ നല്ല കിടിലൻ റോളൊക്കെ ഉണ്ടെന്ന്. ബട്ട് പുള്ളിക്കാരി ആ പാട്ടിൽ മാത്രം കൊണ്ടുവന്ന് നിർത്തി കളഞ്ഞ്. അതൊരു പരിപാടിയായിരുന്നു. പിന്നെ വേറെ എന്തെങ്കിലും മൂവിക്കകത്ത് അതൊരു ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ടൈം തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടില്ല. അതായിരുന്നു ആ മൂവിയുടെ പ്രശ്നം. അല്ലാതെ വേറെ ഒന്നല്ല അതിൻ്റെ അകത്ത്. ആ മൂവിക്കകത്ത് കൊള്ളത്തില്ല. അത് സത്യം പറഞ്ഞാൽ ആ സിനിമ കൊള്ളത്തില്ല. എനിക്കെന്തോ എനിക്കത് ഇഷ്ടപ്പെട്ടത്. അത് ആ മൂവി കൊള്ളത്തില്ല. സത്യം കൂലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഉറപ്പിച്ചറിയാം, കൂലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, സെക്കൻഡ് ടൈം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. ബട്ട് ഞാൻ ഉറപ്പിച്ചറിയാം, എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല മൂവി. ഇഷ്ടപ്പെട്ടതേ ഇല്ല. ആൻഡ് ഈ ലോക കണ്ടപ്പം ഈ കൂലിയൊക്കെ വെറും കുതിരയാണെന്ന് തോന്നുന്നു. കാരണം 450 കോടിക്കടുത്ത പടം കൂലി. ആക്ച്വലി ഞാൻ അയ്യോ ഇനി പറഞ്ഞത് കൂടിപ്പോയി, എനിക്ക് ഉറക്കം പറഞ്ഞു. ഓക്കെ ബൈ. ഡു സബ്സ്ക്രൈബ് ഗൈസ്. ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഒന്നും പറയാത്തത് അത് ചിലപ്പോൾ ബോറായി പോകും. അതുകൊണ്ടാണ് ഈ വീഡിയോ അവസാനം അല്ലെങ്കിൽ ആദ്യം പറയുന്നത്. നമുക്ക് 71 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഞാനൊരു 100 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഒരു പരിപാടി പ്ലാൻ ചെയ്യണമുണ്ട്. എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാണുന്നവരെല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ്. അപ്പം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ്